ജിൻഡോ നല്ലൊരു ഗെയിമറാണ്, അതുപോലെ തന്നെ പുള്ളി ഒരു മണ്ടനുമാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്നലത്തെ ലൈവില് നമ്മുടെ അർജുനും ഋഷിയും ജിൻഡോയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജിൻഡോ അവിടെ വെച്ച് അവരോട് പറയുന്നുണ്ട്, വലിയ വീരവാദം പറയുന്ന പോലെയാണ് പറയുന്നത്, എന്തോ വലിയ കാര്യം ചെയ്ത പോലെ. അങ്ങനെ ജിൻഡോ പറയുന്ന ഒരു കാര്യം, എന്നെ ഇതുവരെ ഇവർക്ക് പിടികിട്ടിയിട്ടില്ല. ഞാൻ ഗെയിമിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ഗെയിം നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് മോഹിച്ച പെണ്ണായാലും അച്ഛനായാലും കൂടപ്പിറപ്പായാലും ഞാൻ തട്ടിക്കളയും എന്നുള്ള രീതിയിൽ വലിയൊരു വീരവാദം പറഞ്ഞുകൊണ്ട് നമ്മുടെ ജിൻഡോ അവിടെ പറയുന്നുണ്ട്. ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് ബിഗ് ബോസ് പോലൊരു എന്ന് വെച്ചാൽ ഇത്രയും ലക്ഷക്കണക്കിന് മലയാളികൾ കാണുന്ന ഇതുപോലൊരു റിയാലിറ്റി ഷോയിൽ വന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒരു ബേസിക് കോമൺ സെൻസ് പോലും ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ടേ ജിൻഡോനെ എല്ലാവരും കാണുള്ളൂ. ഇതുപോലൊരു സ്റ്റേറ്റ്മെന്റ് ബിഗ് ബോസിൽ പറഞ്ഞതിന് ശേഷം അത് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞ് തടിയൂരാനൊന്നും ശ്രമിച്ചിട്ട് ഒരു കാര്യവുമില്ല. നേരത്തെ നമ്മുടെ യമുനയുടെയും അതുപോലെ തന്നെ നോറയുടെയും കേസിൽ രക്ഷപ്പെട്ടതുപോലെ ജിൻഡോ ഈ കേസിൽ രക്ഷപ്പെടില്ല. ഇപ്പോൾ നമ്മുടെ യമുനയുടെയും നോറയുടെയൊക്കെ കേസിൽ കുറേ അധികം പേര് നമ്മുടെ ജിൻഡോൻ്റെ ഒപ്പം നിന്ന്, പക്ഷേ ഈ കാര്യത്തിൽ നല്ല നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് ജിൻഡോന് ഉണ്ടാവുന്നത്. എന്ന് വെച്ചാൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് അത്രയും മോശമായത് തന്നെയാണ്. തൻ്റെ ഒരു ഗെയിം മുന്നോട്ട് പോകാനായിട്ട് അല്ലെങ്കിൽ തൻ്റെ ഗെയിമിന് വേണ്ടി കൂടപ്പിറപ്പിനെയും മോഹിച്ച പെണ്ണിനെയും അച്ഛനെയും ഒക്കെ തട്ടിക്കളയുമെന്ന് പറഞ്ഞ ഒരാളുടെ ഒപ്പം എങ്ങനെ നിൽക്കും? ബിഗ് ബോസ് സീസൺ 6 ഇപ്പോൾ അത്യാവശ്യത്തിന് ഗെയിം കളിക്കുന്ന കുറച്ച് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജിൻഡോ അതിലൊരാൾ തന്നെയാണ്. പിന്നെ ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞ് വെറുതെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കല്ലേ എൻ്റെ തിരുമണ്ട. ഇനിയെങ്കിലും ഇതൊന്ന് ശ്രദ്ധിച്ചൊക്കെ പറ. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്കും കൂടി ചെയ്തേക്കാം, കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും. ഇതിനകത്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന് അറിയാം. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്